യൂട്യൂബ് ചാനൽ. കുറേ കാലമായി ഞാനൊരു ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ സമയമില്ല. ക്ലാസ്സും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ ഒട്ടും വീഡിയോ എടുക്കാനും ഒന്നിനും സമയം കിട്ടുന്നില്ല. എഡിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മടിയാണ്. പിന്നെ ആണെങ്കിൽ വൈകുന്നേരം വരെ ക്ലാസ്സും കാര്യങ്ങളിലുള്ളതുകൊണ്ട് ഒന്നും എടുക്കാനും സമയമില്ല. കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റൂം ടൂർ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ മറന്നുപോയതല്ല, കാര്യം പറഞ്ഞാൽ എനിക്ക് എക്സാമും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി. ഇപ്പോ 4 ദിവസം എനിക്ക് ലീവ് ഉണ്ടായിരുന്നു, റമദാന്റെ ലീവെല്ലാം ആയിട്ട്. ഇപ്പൊ ഇവിടെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് റൂമെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ ഇന്നൊരു റൂം ടൂർ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ റൂം ടൂർ വീഡിയോ എല്ലാം എടുക്കുമ്പോൾ റൂം നല്ല വൃത്തി വേണം. അപ്പോൾ റൂം ഫുൾ വൃത്തിയാക്കണം. ഫുൾ മെസ്സായിട്ട് കിടക്കായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ റൂം എപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും 2 ദിവസം കൊണ്ട് നാശമായി ഇടും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയാണെങ്കിൽ ഞാൻ എൻ്റെ സ്പേസ് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാലും റൂംമേറ്റ്സിന്റെ സ്ഥലം കൂടി വൃത്തിയാക്കി ഇടാൻ പറയണല്ലോ. അങ്ങനെയാണെങ്കിലല്ലേ എനിക്ക് റൂം ടൂർ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ എണീച്ച് ആ റൂമെല്ലാം വൃത്തിയാക്കി. പിന്നെ ആണെങ്കിൽ ബാത്റൂമും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഇന്നൊരു റൂം ടൂർ വീഡിയോ എടുക്കാൻ വിചാരിച്ച്. റൂം എന്ന് പറയാനും മാത്രം വലിയ റൂമും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു റൂമാണ്. സ്പേസ് കുറവാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ. അതാണ് ആകെയുള്ള ഒരു പ്രശ്നം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗേൾസ് ആയതുകൊണ്ട് തന്നെ കുറെ സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ സ്പേസ് കുറവാണ്. അപ്പോൾ ചെറിയൊരു റൂമാണ്. അപ്പോൾ ഞാൻ ഈ റൂം ടൂർ വീഡിയോയും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. എനിക്കാണെങ്കിൽ അയാട്ടൻ്റെ എക്സാമോ കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ നല്ല തിരക്കേനു. നമുക്കാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അയാട്ടൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ അയാട്ടൻ്റെ എക്സാം ആയതുകൊണ്ട് അന്ന് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയത്. അപ്പോൾ എക്സാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പം 4 ദിവസം ലീവാണ്. നാളെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ക്ലാസ്സിന് പോകണം. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നിൽക്കുന്ന റൂം ഇതായി 18ാമത്തെ നമ്പർ റൂമാണ്. എൻ്റെ റൂം എന്ന് പറയുന്നത് 3 ഷെയർ റൂമാണ്. ഞാനും പിന്നെ വേറെ 2 കുട്ടികളുണ്ട്. അവർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് കേട്ടോ. അപ്പോൾ റൂമിൽ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ ഒരു സ്വിച്ച് ബോർഡ് കാണും നിങ്ങൾക്ക്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മൾ ബാത്റൂം കാര്യങ്ങളും വരുന്നത്. റൂമിൽ കയറുമ്പം തന്നെ ഫസ്റ്റ് ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ ബാത്റൂം എന്ന് പറയുന്നത്, അപ്പോൾ ബാത്റൂമിനെ പറ്റി എന്താ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്. വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട. ഇതാണ് നമ്മളെ റൂമിലുള്ള ബാത്റൂം. അപ്പോൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് കിടക്കാം ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് റൂം ടൂറിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ബാത്റൂമിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അത് ഫാനിൻ്റെയും ലൈറ്റിൻ്റെ ഒക്കെ സ്വിച്ച് ബോർഡാട്ടോ. ഞാൻ ഈ നിൽക്കുന്ന PG ഒരു പുതിയ PG ആണ് കേട്ടോ. ഇപ്പോൾ 1 ഇയർ ആയി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ഇയർ ആയി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ അവസ്ഥ വരുന്നത്. ഇതാണ് ഞാൻ നിൽക്കുന്ന റൂം. അപ്പോൾ 3 ഷെയർ ആണ്, പക്ഷേ സ്പേസ് ഇത്തിരി കുറവാണ് കേട്ടോ. അതാണ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് താഴെ കാണുന്ന ബൊമ്മക്കുട്ടികൾ 2 അവിടെ ഇരിക്കുന്ന ആ ബെഡാണ് എൻ്റെ ബെഡിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ കിടന്നുറങ്ങലും എൻ്റെ ബാക്കിയുള്ള പരിപാടികളെല്ലാം. ഞാനൊരു ദിവസം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ബെഡിലാണെന്ന് തന്നെ പറയാം. നമ്മൾ വാളിൽ ഇങ്ങനെ വാൾ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒട്ടിച്ചിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എവിടെയും അധികം പുറത്തോട്ടൊന്നും പോലും കുറവാണ്, കാരണം ഞാനൊരു മടിച്ചിയാണ്. ഈ കാണുന്ന ടേബിളാണ് എൻ്റെ ടേബിൾ. ആ 2 ലാപ്ടോപ്പ് എൻ്റെ ലാപ്ടോപ്പാണ്. ഒന്നും വിചാരിക്കേണ്ട, റിച്ച് ആയതുകൊണ്ടല്ല. ഞാൻ ഇവിടെ വരുന്ന സമയത്ത്, കോളേജിൽ വരുന്ന സമയത്ത് എനിക്ക് അറിയണ്ടായില്ല ഇവിടെ കോളേജിൽ നിന്ന് അവർ ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ലാപ്ടോപ്പും കാര്യങ്ങളെല്ലാം പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായത്. ഇവിടെ വന്നപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഫീസിൽ ഇൻക്ലൂഡ് ആയിട്ട് ഒരു ലാപ്ടോപ്പും കൂടി കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ 2 ലാപ്ടോപ്പും ചുമന്നിട്ടാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം ലാപ്ടോപ്പ് ഞാൻ സിനിമ കാണാനും സീരീസ് കാണാനും ഉപയോഗിക്കുന്നതാണ്, മറ്റേത് കോളേജിൽ കൊണ്ടുപോകാനും. ഞാനത് നോക്കിയിട്ട് തന്നെ അനിയത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിൾ വരുന്നത്. ടേബിളും കുഞ്ഞു ടേബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സ്പേസ് ഇല്ല. എനിക്ക് എൻ്റെ സാധനങ്ങളെല്ലാം വളരെ ഞാൻ ഒതുക്കി വെക്കാം അങ്ങനൊന്നും പറ്റൂല, കാരണം നമുക്ക് അത്രയും സാധനങ്ങളുള്ളതുകൊണ്ട്. എനിക്ക് കണ്ട ഞാൻ ഈ ഫുഡിൻ്റെ കൂടെ കിട്ടുന്ന ജാമ് മറ്റേ സോസും കാര്യങ്ങളും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, കാരണം നമ്മൾ ചില ടൈം ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കത് തികഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഒരു ബങ്കർ ബെഡും പിന്നെ ഒരു നോർമൽ ബെഡുമാണ് വരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയാമല്ലേ, ഞാൻ ടോപ്പിക്ക് വിട്ട് പോകുക. റൂം ടൂർ പറഞ്ഞ് ഞാൻ വേറെ എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ 3 ടേബിൾ വരുന്നുണ്ട് നമ്മളെ റൂമിൽ. 3 ടേബിളും 3 ചെയറും. അതിട്ടുകൊണ്ട് തന്നെ റൂമിൽ സ്പേസ് കുറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ റൂമിലെ മിറർ. അത്യാവശ്യം നല്ല മിററാണ് ഇത്. ഞാൻ റൂം ടൂർ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ റൂമിലെ മിററൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടാണ് ഇത്ര ക്ലിയർ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അലമാര നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നും തോന്നാൻ പാടില്ല, കാരണം അലമാരയിൽ സ്പേസ് അത്യാവശ്യം കുറവാണ്
കുറവാണ്. അപ്പോൾ ഞാൻ റൂം ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള റൂമിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ. ഫുള്ള് മറ്റേ കാട്ടിൽ പോയ അവസ്ഥയാണ്. ഫുള്ള് മറ്റേ എന്തോ അലങ്കോലായി കിടക്കുന്നുണ്ടായേ. ഞാനും എൻ്റെ റൂംമേറ്റും കൂടി കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് റൂം വൃത്തിയാക്കിയിട്ടുണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന റൂമിനെ നമ്മൾ ഇങ്ങനെയാക്കിയിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് ഇങ്ങൾക്ക് എൻ്റെ വാർഡ്രോബ് കാണിച്ചു തരണമെന്നുണ്ടായി. വാർഡ്രോബ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഷെൽഫാണ്. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 വർഷമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് കട്ടിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ ഈ 2 വർഷമായുള്ള 4 സെമ്മിലുള്ള ബുക്സും വേണ്ടാത്ത സാധനങ്ങളൊക്കെ കുത്തി നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഷെൽഫാണ് എൻ്റെ ഷെൽഫ്. അവിടെയാണ് ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും വെക്കുന്നത്. കുറേ സാധനങ്ങളെല്ലാം നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും വെക്കാൻ സ്ഥലവും ഇല്ല. കാരണം നമ്മൾ ഈ പാർട്ടി വെയർസ് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇതിൽ വെക്കുമ്പോഴത്തേക്ക് സ്ഥലം തികഞ്ഞൊന്നും വരില്ല. അപ്പോൾ അതെല്ലാം ഞാൻ ലഗേജിലാണ് വെച്ചുള്ളത്. അപ്പം ഞാൻ എൻ്റെ മുടീനെ കൊണ്ട് കിടക്കുന്ന പോലെയൊന്നുമല്ല. ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എൻ്റെ ഷെൽഫ് കണ്ടോളൂ ഗൈസ്. കണ്ടിട്ട് പേടിക്കാൻ പാടില്ല എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഷെൽഫിൻ്റെ അവസ്ഥ കേട്ടോ. എനിക്ക് ഷാമ്പൂസും കാര്യങ്ങളൊന്നും ബാത്റൂമിൽ വെക്കാൻ പറ്റില്ല. കാരണം ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അത് നിലത്ത് കൊണ്ടുപോകും ഗൈസ്. അപ്പോൾ ഇതാണ് അവസ്ഥ വരുന്നത്. മേലത്തെ ഷെൽഫിൽ ഫുൾ എൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. താഴത്തെ ഷെൽഫിൽ ജീൻസും കാര്യങ്ങളെല്ലാം. പിന്നെ അതിൻ്റെ അടിയിലാണ് ടോപ്പും പിന്നെ ഫ്രോക്കും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഈ കുഞ്ഞ് പിടുക്കാച്ച സാധനത്തിലുള്ളതാണ് ഞാൻ എൻ്റെ മേക്കപ്പും സ്കിൻ കെയറും എല്ലാം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇനി കൈ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലവും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ പൗച്ചും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ഡയറിയും കാര്യങ്ങളും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കോമ്പ് പഠിച്ചു കേട്ടോ. ഇത് കേളി ഹെയർ കോമ്പ് എന്നൊരു കോമ്പാണ്. വെച്ച് ഹെയറിൽ കോമ്പ് ചെയ്യുന്നതാണ്. ഞാനിത് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ റൂം ടൂറും കാര്യങ്ങളും വരുന്നത്. റൂം ടൂർ എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഞാനൊരു വഴിയായി. എനിക്ക് പക്ഷേ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞ് ഈ ഹോസ്റ്റൽ ലൈഫും PG ലൈഫൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് തന്നെയാണ് കംഫർട്ടായിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത്. കാരണം വേറൊന്നല്ല, നമ്മളിങ്ങനെ ഒരു അറിയാത്തൊരു നാട്ടിൽ വന്ന് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ആ ഒരു വില മനസ്സിലാവുള്ളൂ. വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഒരു കംഫർട്ട് സോണും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴേ നമുക്ക് വീട്ടിലുള്ള ഫുഡും കാര്യങ്ങളെല്ലാം മിസ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ നമ്മൾ മാറി വേറെ ഒരു ഹോസ്റ്റൽ ലൈഫിലൊന്നും നിൽക്കുന്നതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബാഡായിട്ടുള്ള ഒരു സൈഡും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ ഒറ്റയ്ക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കും. മെയിനായിട്ട് സർവൈവ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം ആയാലും എനിക്ക് വിശന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ ചോക്കോസും കാര്യങ്ങളെല്ലാം ഒന്ന് കഴിക്കുക. അതെല്ലാം ഞാൻ ഈ ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാട്ടിട്ടിട്ട് ചോക്കോസ്, മറ്റേ ചോക്കോസ് അല്ല, ഞാൻ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ടായത് ചോക്കോ ഫിൽസ് എന്നൊക്കെയൊരു സാധനമാണ്. ഈ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മത്ത് പിടിക്കുന്നുണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കാൻ വിചാരിച്ചു. എനിക്കറിയാം ഇതൊന്നും ഹെൽത്തി അല്ലാന്ന്. പക്ഷെ പുറത്തെന്താ കാര്യം, ഇവിടെ ഇപ്പം ഗ്യാസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറേ കടകളെല്ലാം ക്ലോസ് ആയിട്ടുള്ളത്. അതുമാത്രമല്ല നമുക്ക് ഇവിടെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കിട്ടുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രെഡും ജാമൊക്കെയാണ് തരുന്നത്. കാരണം ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഇവിടെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അമൂലിൻ്റെ മിൽക്കും അതിൽ പോയതുണ്ട്. ഇത് നമ്മൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്കാണ്. അപ്പോൾ ഞാൻ അതെല്ലാം വെച്ചിട്ട് സീരീസ് കാണാനിരിക്കാൻ വിചാരിച്ചു. ഞാൻ ഓൾറെഡി ബ്രിജോട്ടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വീൻ ഷാർലറ്റ് എന്നുള്ള സീരീസ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിലാണ് നിൽക്കുന്നത്. കുറച്ച് ദിവസമായി ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതും കൂടി അങ്ങ് കണ്ടു തീർക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. റൂം ടൂർ എന്ന് പറയാനും മാത്രം വലിയൊരു വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കോളേജ് വീഡിയോസും വ്ളോഗ്സും കാര്യങ്ങളിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എടുത്താലും ബൈ.